ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ വൃന്ദാവനഖണ്ഡത്തിലെ അധ്യായം 8 ശ്രീകൃഷ്ണ ദർശന വർണ്ണനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത് ബ്രഹ്മദേവൻ മുഴുവൻ ഗോപബാലകരെയും പശുക്കുട്ടികളെയും കൊണ്ട് അപ്രത്യക്ഷനായി എന്നാണ് അല്ലേ? ആ ഒരു ഭാഗം അങ്ങനെയാണ് നമ്മൾ സമർപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ അധ്യായം. എല്ലാം അറിയുന്ന സാക്ഷാൽ പൊന്നുണ്ണിക്കണ്ണൻ ബ്രഹ്മാവ് ചെയ്തതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ സ്വയം അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാർക്കും പശുക്കൾക്കും ആനന്ദം നൽകാനായിട്ട് ഒരു വശത്ത് ബ്രഹ്മദേവൻ കൊണ്ടുപോയ അതേപോലുള്ള പശുക്കുട്ടികളായും മറുവശത്ത് എങ്ങനെയാണോ ബ്രഹ്മദേവൻ കൊണ്ടുപോയ ഗോപബാലന്മാരൊക്കെ ഉണ്ടായിരുന്നത് അതേപോലെ ഗോപബാലന്മാരായും സ്വന്തം ലീല കൊണ്ട് അവിടെയൊക്കെ അങ്ങനെ വ്യാപിച്ചു. അവരുടെ ശരീരവും അവരുടെ കൈയും കാലും വടിയും കൊമ്പും എല്ലാം ഭഗവാൻ അതേപോലെ തന്നെ ഉണ്ടാക്കി. അതോടൊപ്പം അവരവരുടെ വസ്ത്രവും സ്വഭാവ ഗുണങ്ങളും, അതായത് അവരുടെ ഓർമ്മകളും അറിവുകളും ഒക്കെ അതുപോലെ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ ഉണ്ടാക്കുകയും ചെയ്തു. വാസ്തവത്തിൽ എല്ലാ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും സ്വയം വ്യാപിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന അതേപോലെ ഒട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഭഗവാൻ സൃഷ്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മാവ് കൊണ്ടുപോയ പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും ഭഗവാൻ അതേപോലെ വേറെ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഭഗവാൻ ലീലാ രൂപത്തിലെ പശുക്കുട്ടികളായ തന്നെ സ്വയം ഗോപബാലകരായി തെളിച്ചുകൊണ്ട് സൂര്യാസ്തമയത്തോടു കൂടിയിട്ട് നന്ദഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് സ്വയം പശുക്കുട്ടികളായി അതാത് ആലകളിൽ പ്രവേശിക്കുകയും ഗോപബാലന്മാരായി അതാത് വീടുകളിൽ എത്തുകയും ചെയ്തു. സ്വന്തം രൂപത്തിൽ നന്ദഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. ഓടക്കുഴലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഗോപികമാർ സ്വന്തം കുട്ടികളുടെ രൂപത്തിൽ വീട്ടിൽ വന്നെത്തിയ കൃഷ്ണനെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും പാല് കുടിപ്പിക്കുകയും ചെയ്തു. പശുക്കുട്ടികളും സ്വന്തം കുട്ടികളുടെ രൂപത്തിൽ വന്നെത്തിയ കൃഷ്ണനെ സ്നേഹത്തോടെ നക്കി ഓമനിച്ചുകൊണ്ട് പാല് കുടിപ്പിച്ചു. അത്ഭുതം! പശുക്കളും ഗോപികമാരും ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മമാരായിട്ട് മാറി. ഗോപകുമാരന്മാരും പശുക്കുട്ടികളും സ്നേഹാധിക്യം കാരണം വേഗത്തിൽ വളർന്നു. ഗോപികമാര് സ്വന്തം കുട്ടികളുടെ പ്രഭാതകർമ്മങ്ങളും കുളികളും ഒക്കെ നടത്തിച്ച് സ്നേഹത്തോടെ ശ്രീകൃഷ്ണ ദർശനം നടത്തി. അതിനുശേഷം അനേകം കുട്ടികളുടെ വിവാഹം നടന്നു. ശ്രീകൃഷ്ണ സ്വരൂപന്മാരായ ഭർത്താക്കന്മാർ അനേകം ഗോപവധുക്കളെ പ്രീതിപ്പെടുത്താൻ തുടങ്ങി. ഇപ്രകാരം പാലനത്തിൻ്റെ മറവില് സ്വന്തം അംശമായ ജീവാത്മാക്കളുടെ രൂപത്തിൽ അവരെ രക്ഷിച്ചുകൊണ്ട് നടന്ന ഭഗവാന്റെ ലീല 1 വർഷത്തോളം നടന്നു. ഒരു ദിവസം ബലരാമൻ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് വനത്തിലെത്തി. അപ്പോഴേക്കും ബ്രഹ്മാവ് ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും കൊണ്ടുപോയിട്ട് 1 വർഷമാവാൻ 5-6 രാത്രികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവിടെ കുന്നിൻ്റെ താഴ്വാരങ്ങളിൽ പശുക്കൾ പുല്ലുമേയുകയായിരുന്നു. ദൂരത്ത് പശുക്കുട്ടികളെ കണ്ടപ്പോൾ പശുക്കൾ ഓടി വരികയും കുട്ടികളെ സ്നേഹത്തോടെ നക്കിക്കൊണ്ട് അവയ്ക്ക് പാൽ ചുരുത്തി കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. പശുക്കൾ പാൽ ചുരുത്തിക്കൊണ്ട് ഗോവർദ്ധനത്തിൻ്റെ തടത്തിൽ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഗോപന്മാർക്ക് ദേഷ്യം വന്നു. അവർ പശുക്കുട്ടികളെ നോക്കാതിരുന്ന അവരുടെ കുട്ടികളെ അടിക്കാനായി വേഗത്തിൽ ഓടി വന്നുവെങ്കിലും അടുത്തെത്തിയപ്പോൾ സ്നേഹാധിക്യം കാരണം സ്വന്തം കുട്ടികളെ ലാളിച്ച് മടിയിൽ കയറ്റിയിരുത്തി. വൃദ്ധരായ ഗോപന്മാർ മാത്രമല്ല, യുവാക്കളും സ്വന്തം കുട്ടികളെ സ്നേഹത്തിൻ്റെ അശ്രുക്കൾ കൊണ്ട് നനയ്ക്കുകയും അവരോടൊപ്പം തന്നെ ഇരിക്കുകയും ചെയ്തു. പ്രേമപരായണരായ ഗോപന്മാരെയും കുട്ടികളെയും കണ്ടപ്പോൾ ബലരാമന്റെ മനസ്സിൽ അനേകം സംശയങ്ങളുണ്ടായി. ബലരാമൻ അങ്ങനെ ചിന്തിക്കുകയാണ്, 1 വർഷമായി വ്രജത്തിൽ എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവണില്ല. ദിവസം തോറും എല്ലാവർക്കും സ്നേഹം വർദ്ധിച്ചു വരുന്നു. ഇത് ദേവന്മാരുടെയോ ഗന്ധർവന്മാരുടെയോ രാക്ഷസന്മാരുടെയോ ഒക്കെ മായയാണോ? പക്ഷേ തനിക്ക് തോന്നുന്നത് കൃഷ്ണന്റെ മാത്രം മായയാണ് എന്നാണ്.
തുടർന്ന് ബലരാമൻ കണ്ണടച്ച് ഭൂതഭാവി വർത്തമാനകാലങ്ങളെ നോക്കിക്കണ്ടു. അപ്പോൾ ബലരാമന് മുഴുവൻ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും മോടക്കുഴൽ ധരിച്ചവരായും മയിൽപീലി ചൂടിയവരായും ശ്യാമവർണ്ണമുള്ളവരായും കുണ്ടലങ്ങളാലും അളകാവലികളാലും ശോഭിക്കുന്നവരായും ശരത്കാല കമലത്തെ പോലെ കൺപോളകളോട് കൂടിയവരായും അനേക കാമദേവന്മാരെ പോലെ സൗന്ദര്യമുള്ളവരായും ഉയർന്ന നാസിക ഉള്ളവരായും ശിഖാവിഭൂഷണങ്ങൾ ഉള്ളവരായും 2 കൈകളിലും ആഭരണങ്ങൾ ഉള്ളവരായും മഞ്ഞപ്പട്ട് ധരിച്ചവരായും കാലിൽ ചിലങ്ക അണിഞ്ഞവരായും അനേകം ബാലസൂര്യന്മാരെ പോലെ ശോഭയുള്ളവരായും അതീവ സുന്ദരന്മാരായും കാണാൻ സാധിച്ചു. ബലരാമൻ ഗോവർദ്ധനത്തിന്റെ വടക്കുവശത്തും യമുനയുടെ തെക്കുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം മുഴുവൻ കൃഷ്ണമയമായിട്ട് അങ്ങനെ കണ്ടു. ഇത് കൃഷ്ണനും ബ്രഹ്മാവും ചേർന്ന് ചെയ്തതാണെന്ന് ധരിച്ച ബലരാമൻ വീണ്ടും പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും നോക്കിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു: ബ്രഹ്മാവ്, അനന്തൻ, യമരാജൻ, ഇന്ദ്രൻ, ശങ്കരൻ തുടങ്ങിയവരെല്ലാം ഭക്തിയോടുകൂടി നിന്നെ സേവിക്കുന്നു. നീ ആത്മാരാമനും പൂർണ്ണകാമനുമായ പരമേശ്വരനാണ്. നിനക്ക് ശൂന്യതയിൽ നിന്ന് കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ബലരാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് അവിടെ വരികയും പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും അതോടൊപ്പം ബലരാമനെയും കൃഷ്ണനെയും കാണുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചു, താൻ എവിടെയാണോ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും ഒളിപ്പിച്ചു വെച്ചിരുന്നത് അവിടെ നിന്ന് കൃഷ്ണൻ അവരെയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണു. തുടർന്ന് ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവരെയെല്ലാം ബ്രഹ്മാവ് വെച്ചിരുന്നിടത്ത് തന്നെ കണ്ടു. താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗോപബാലകരും പശുക്കുട്ടികളും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് വീണ്ടും വൃന്ദാവനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ ശ്രീകൃഷ്ണനെയും ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും പഴയതുപോലെ കണ്ടപ്പോൾ ബ്രഹ്മാവ് വിസ്മയിക്കുകയും മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു, എന്തൊരത്ഭുതമാണത്! ഇവർ എവിടെ നിന്നാണ് ഇവിടെ വന്നിട്ട് ശ്രീകൃഷ്ണനോടൊപ്പം കളിക്കുന്നത്? ഇത്രയും ചെയ്യാൻ തനിക്ക് ഒരു നിമിഷം മാത്രമേ വേണ്ടി വന്നുള്ളൂ. എന്നാൽ ഭൂമിയിൽ 1 വർഷത്തോളം സമയമായി. എന്നിട്ടും എല്ലാവരും പ്രസന്നരാണ്. ആർക്കും എവിടെയും ഈ സംഭവത്തെ പറ്റി അറിയുക പോലും ചെയ്യുന്നില്ല. ഇപ്രകാരം ബ്രഹ്മാവ് മോഹാതീതനായ വിശ്വമോഹനെ മോഹിപ്പിക്കാൻ പോയി. എന്നാൽ തൻ്റെ മായയുടെ അന്ധകാരത്താൽ ബ്രഹ്മാവിന് സ്വന്തം ശരീരം പോലും കാണാൻ കഴിഞ്ഞില്ല. ഗോപബാലകരെയും പശുക്കുട്ടികളെയും അപഹരിച്ചതുകൊണ്ട് ജഗത്പതിക്ക് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ശ്രീകൃഷ്ണനാകുന്ന സൂര്യന് മുമ്പിൽ ബ്രഹ്മാവ് ഒരു മിന്നാമിനുങ്ങായി മാറുകയാണ് ഉണ്ടായത്. ബ്രഹ്മാവ് മോഹത്തിൽപ്പെട്ടത് കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കൃപാപൂർവം സ്വന്തം മായയെ പിൻവലിക്കുകയും സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഭക്തിയാൽ ബ്രഹ്മാവിന് ജ്ഞാനനേത്രം സിദ്ധിച്ചു. ബ്രഹ്മാവിന് എല്ലാ കുമാരന്മാരെയും പശുക്കുട്ടികളെയും ശ്രീകൃഷ്ണ രൂപത്തിൽ ശംഖ, ചക്ര, ഗദാ, പത്മധാരികളായിട്ട് അങ്ങനെ കാണാൻ സാധിച്ചു. ഇപ്രകാരം കണ്ടപ്പോൾ ബ്രഹ്മാവ് ആശ്ചര്യചകിതനും നിശ്ചേഷ്ടനുമായി തീർന്നു. ബ്രഹ്മാവിന് വൃന്ദാദേവി, അതായത് തുളസി ദേവിയാൽ അധിഷ്ഠിതമായ വൃന്ദാവനത്തിൽ ഭഗവാന്റെ മഹിമ കണ്ടറിയാൻ സാധിക്കാതെ വന്നപ്പോൾ ഭഗവാൻ മായയെ പിൻവലിച്ചു. അപ്പോൾ ബ്രഹ്മാവ് നിദ്രയിൽ നിന്നുണർന്ന് കണ്ണു തുറന്ന് സ്വയം വൃന്ദാവനം ദർശിക്കാൻ സമർത്ഥനായി. അവിടെ നിന്ന് ബ്രഹ്മാവ് 10 ദിശകളിലേക്കും ഏകാഗ്രമായി നോക്കിയപ്പോൾ വസന്തകാല ഋതുവിൽ സുന്ദരലതകളാൽ യുക്തമായ രമണീയമായ വൃന്ദാവനം കണ്ടു. അവിടെ പുലികളുടെ കൂട്ടത്തിൽ മാനിന്റെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പരുന്തും പ്രാവും തമ്മിലോ കീരിയും പാമ്പും തമ്മിലോ അവിടെ ഭാവം ഉണ്ടായിരുന്നേയില്ല. ഏകനായ ശ്രീകൃഷ്ണൻ മാത്രം കയ്യിൽ ഭക്ഷണത്തിന്റെ ഉരുളയുമായി പ്രിയപ്പെട്ട പശുക്കളെയും ഗോപകുമാരന്മാരെയും തിരയുന്നതായി ബ്രഹ്മാവ് കണ്ടു. ഗോലോകപതിയായ ശ്രീകൃഷ്ണൻ സ്വയം ഗോപാലരൂപിയായി മറിഞ്ഞിരുന്നതും ഇപ്പോൾ സ്വന്തം രൂപം ദൃശ്യമാക്കിയതും കണ്ടപ്പോൾ ബ്രഹ്മാവ് ഭയഭീതനായി. അവിടെ സർവവ്യാപിയായി സ്ഥിതി ചെയ്തിരുന്ന ശ്രീകൃഷ്ണനെ പ്രസന്നനാക്കാൻ ബ്രഹ്മാവ് സ്വന്തം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും ലജ്ജയാൽ തലകുനിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് പ്രസന്നനായാലും എന്ന് പറഞ്ഞുകൊണ്ട് സമീപത്തേക്ക് വന്നു. സന്തോഷാശ്രുക്കൾ കൊണ്ട് സ്വയം ഭഗവാന് അർഘ്യം, അതായത് കാൽ കഴുകാനുള്ള വെള്ളം സമർപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് കൃഷ്ണന്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഭൂമിയിൽ കിടന്നു.
ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിക്കുകയും പ്രിയപ്പെട്ടവരെ സ്പർശിക്കുന്നത് പോലെ ബ്രഹ്മാവിനെ സ്പർശിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ അമൃതമായ കണ്ണുകൾ കൊണ്ട് അതേ സുന്ദര ഭൂമിയിൽ ദൂരെ നിന്നിരുന്ന ദേവന്മാരുടെ നേരെ നോക്കി. എല്ലാവരും ഉച്ചസ്വരത്തിൽ ജയജയാരവം മുഴക്കിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് പ്രണമിച്ചു. ഭഗവാന്റെ ദയാദൃഷ്ടിയാൽ അവർ ആനന്ദിതരാവുകയും അവർക്ക് ഭഗവാനോട് ആദരവ് തോന്നുകയും ചെയ്തു. ബ്രഹ്മാവ് ഭഗവാനെ ആ സ്ഥാനത്ത് വെച്ച് ഭക്തി നിറഞ്ഞ മനസ്സുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പ്രണമിക്കുകയും രോമാഞ്ചിതനായി ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് ഭൂമിയിൽ വീഴുകയും ചെയ്തു. തുടർന്ന് ബ്രഹ്മാവ് ഗദ്ഗദകണ്ഠത്തോടെ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. ആ ബ്രഹ്മദേവന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ ആ കണ്ണുനീർ ബ്രഹ്മകുണ്ട് എന്ന പേരിൽ ഇപ്പോഴും വൃന്ദാവനത്തിൽ അങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ കഥകളൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കുമ്പോൾ ആ ഭഗവാന്റെ സ്നേഹ വായ്പും ബ്രഹ്മദേവൻ്റെ ആ പരീക്ഷണവും ഒക്കെ നമ്മുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിക്കും. അതിമനോഹരമായ വൃന്ദാവനം, അത് എത്ര വർണ്ണിച്ചാലാ മതിയാവുക? ആർക്കാ വർണ്ണിക്കാൻ പറ്റുക? ജയ് ശ്രീ രാധേ 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 ശ്യാം.